Hi all, Assalamu alaikum and welcome back to another episode of Paper Boat. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കാം എന്നുള്ളതും അതും ജേർണലിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റാമ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാമ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നും പിന്നെ ആ സ്റ്റാമ്പൊക്കെ വെച്ച് ഫില്ല് ചെയ്ത ഒരു ജേർണലും കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സ്റ്റാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തെർമോക്കോളിൻ്റെ ഒരു സ്പോഞ്ചിൻ്റെ അല്ലാത്ത ഏകദേശം ഇതിന് രണ്ടും കൂടി ഒരു മിക്സ് പോലത്തെ ഒരു ഷീറ്റ് ഉണ്ടാവും, ഫോം ഷീറ്റ്. ഈ നമ്മൾ ഫോൺ കേസൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കിട്ടില്ലേ ഒരു സ്പോഞ്ച് പോലത്തെ, അതാണ് ഫോം ഷീറ്റ്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ സ്റ്റാമ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഫോൺ കേസിൻ്റെ കൂടെ കിട്ടിയ ഫോം ഷീറ്റ് തന്നെയാണ്, അതുകൊണ്ട് അത് ചെറിയൊരു പീസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇത് റെക്റ്റാങ്കിൾസ് പോലെ ഉണ്ടാക്കി. ഞാനിവിടെ ഉണ്ടാക്കുന്ന ആക്ച്വലി ഒരു ബ്രിക്ക് വാളിനെ കാണിക്കുന്ന പോലത്തെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഫോം ഷീറ്റിൻ്റെ ചെറിയ പോർഷൻ എടുത്തിട്ട് മടക്കി ഇങ്ങനെ റൗണ്ടിൽ മടക്കി ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹാൻഡിലില്ലല്ലോ, അപ്പോൾ ഹാൻഡിലിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ആൻഡ് അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ ബ്രിക്സിൻ്റെ പോലെ റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത്രയും സിമ്പിളായിട്ട് നമ്മുടെ ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിക്ക് വാൾ തീമിൽ വരുന്ന സ്റ്റാമ്പ് റെഡിയായി. ഇത്രയേ ഉള്ളൂ സ്റ്റാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി നമ്മൾ വലിയ എമൗണ്ട് കൊടുത്ത് സ്റ്റെൻസിൽസ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാമ്പ് വാങ്ങിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സും അതുപോലെ വേറെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഡിസൈൻസ് ട്രൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഏറ്റവും ഈസി ആയിട്ടും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് ഈ ബ്രിക്ക് വാളിൻ്റെ ഡിസൈൻ ചൂസ് ചെയ്തത്. ചില സമയത്തൊക്കെ നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഷേപ്പുള്ള സ്റ്റെൻസിൽസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യേണ്ടവർക്ക് ഈ ബ്രിക്കിന് പകരമായിട്ട് ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പിൽ കട്ടിങ്സ് ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാമ്പിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് കണ്ടു നോക്കാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ക് പാഡിൽ ഡിപ്പ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ശേഷം നമുക്ക് ഏത് പേപ്പറിലാണോ വെക്കുന്നത് അവിടെ കൊണ്ടുപോയി സ്റ്റാമ്പ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആൻഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജേർണലിങ് ഇഷ്ടമുള്ളവരൊക്കെ ഭയങ്കര ഈസിയാണ്. ആൻഡ് എനിക്കത് ചെയ്തപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയി തോന്നിയിട്ട് നല്ല രസമുണ്ട് നമ്മളിങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റാമ്പ് വെച്ച് യൂസ് ചെയ്ത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം. അങ്ങനെ ഞാൻ ആ പേപ്പർ ഫുള്ളായിട്ട് സ്റ്റാമ്പ് ചെയ്തു. ഒരു ബ്രിക്ക് വാളിൻ്റെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ആ പേജിൽ ഒരു ജേർണലിങ്ങും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജേർണലിങ്ങിൻ്റെ വീഡിയോ കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് ആ പേജ് ഫില്ലാക്കാം. ഇതുപോലെയുള്ള നമ്മളെന്തെങ്കിലും യൂസ് ചെയ്താൽ ഇനിയിപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഡിസൈൻസ് ഉള്ള സ്റ്റെൻസിലാണെങ്കിൽ അവർക്കും അറിയുന്നുണ്ടാവും. പെട്ടെന്ന് നമുക്ക് പേജ് ഫില്ലാക്കാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് വേ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ പേജിൽ എന്ത് ജേർണലിങ്ങാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള പേജിൽ ഞാൻ ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് അല്ല, ഒരു ഫ്രെയിം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാൻ വാങ്ങിച്ച ഫ്രെയിമാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഞാൻ കരുതി ആ ഫ്രെയിമിൻ്റെ 4 ഗ്യാപ്പുകളും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ഏരിയകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു വിൻഡോ, ഒരു ജനൽ പോലെ ആക്കാം. അപ്പോൾ അപ്പുറത്തെ പേജിലേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു വിൻഡോ പോലത്തെ ഒരു സെറ്റപ്പ് ആക്കിയാലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ എന്തായാലും അതിങ്ങനെ കട്ട് ചെയ്ത് അവിടെ ഫുൾ ഓപ്പൺ ആക്കി വെച്ചു. അതിൻ്റെ ശേഷം ഈ വിൻഡോയിൽ എന്ത് കാണുമെന്ന് വെച്ചാൽ ഒരു ലേഡി ഇങ്ങനെ ഓറഞ്ച് പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റിക്കർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എന്നെനിക്ക് തോന്നി. ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പുറമുള്ള പേജിലുള്ള തീം കാണുന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് ജേർണൽസ് ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡലാണ് ഞാനിന്ന് ട്രൈ ചെയ്തത്. ആൻഡ് ഇപ്പോൾ എനിക്കതുപോലെ ഈ സ്റ്റിക്കർ
പ്ലക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്വീസേഴ്സ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനത് വാങ്ങിച്ച് അതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല, നമ്മുടെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളൂ. സംഭവം കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതന്നെയാണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, സ്റ്റിക്കർ പറിച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട്. ആൻഡ് അത് ഒട്ടിക്കുമ്പോഴൊക്കെ നല്ല ഇതുണ്ട്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും അതിൽ വരുന്നില്ല. പ്രത്യേകിച്ച് ട്രാൻസ്പാരൻ്റായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സിലൊന്നും നമ്മളെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും വരാതെ നല്ല പെർഫെക്ഷനിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ 2-3 സ്റ്റിക്കേഴ്സും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സും എല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു ജേർണലിംഗ് പേജ് ചെയ്യുമ്പോൾ അത് ഫില്ലായിട്ട് കാണുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി. പക്ഷെ ചില സമയങ്ങളിലൊക്കെ അത് ഫില്ലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ ആ പേജ് കൊളാവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ജേർണൽ ചെയ്യുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതിന് കൊളാവോ? പ്രത്യേകിച്ച് ഈ വീഡിയോസൊക്കെ എടുക്കുന്ന ജേർണലിങ്ങും കൂടി ചെയ്യുമ്പോൾ നമ്മളിത് കൊളാക്കി ഉണ്ടാക്കിയിട്ട് എന്തിനാ വെറുതെ നാലാൾ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സ്റ്റിക്കേഴ്സും എല്ലാം മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന വേറെ കുറച്ച് എന്ന് വെച്ചാൽ ഈ വീഡിയോസ് എടുക്കാതെ ചെയ്യുന്ന കുറച്ച് ജേർണലിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ഞാനങ്ങനെ പ്രത്യേകിച്ച് നോക്കാറൊന്നുമില്ല കേട്ടോ. അതിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഈ വീഡിയോ എടുക്കുമ്പോൾ എത്രയായാലും അതിനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ ഇതിലേക്ക് മാച്ച് ആവുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിച്ചതിൻ്റെ ശേഷം ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കരുതി എൻ്റെ അടുത്തുള്ളൊരു പാറ്റേൺ പേപ്പർ ഉണ്ട്. അപ്പോൾ പാറ്റേൺ പേപ്പറിൽ നിന്ന് അതിലുണ്ടായിരുന്ന ഒരു ഫ്ലവറിൻ്റെ പീസ് എടുത്തിട്ട് അതിനെ തന്നെ 2-3 പീസായി കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ അത് ഒട്ടിച്ചു കൊടുത്തപ്പോഴും അതങ്ങനെ ഹൈലൈറ്റായി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി എന്നാൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ബ്ലാക്ക് കളറിലൊരു ഔട്ട്ലൈൻ കൊടുത്തപ്പോഴാണ് ആക്ച്വലി ഈ പിക്ചേഴ്സിനെയൊക്കെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. പിന്നെ നമ്മുടെ ചാനൽ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പോൾ ഞാൻ 3K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 1 മാസം ആണ് അതിൻ്റെ ടൈം ലൈൻ. നിങ്ങൾക്ക് മാക്സിമം വീഡിയോസിന് കമൻറ്റ് ഇടുക. അതിപ്പോൾ ഒരാൾ മാത്രം ആണ് മാക്സിമം വീഡിയോസിന് കമൻറ്റ് ഇട്ടത്. അത് 2 വീഡിയോ ഉള്ളെങ്കിൽ കൂടെ അയാൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെ സെയിം ആൾ 2-3 വീഡിയോസിന് കമൻറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സെയിം ആയിട്ട് കമൻറ്റ് ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കും. ആൻഡ് അത് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എപ്പോഴും ഓർത്ത് വെച്ച് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്തായാലും. 1 മന്താണ് കേട്ടോ ടൈം ലൈൻ. അതിനിടയിൽ നമ്മളെ ജേർണലും കംപ്ലീറ്റ് ആയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.